പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ പ്രഭാത ചിന്ത കടന്നു പോകുന്ന യേശു. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യം. കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ശിഷ്യന്മാരുമായി നിൽക്കുന്ന സ്നാപക യോഹന്നാന്റെ മുൻപിലൂടെ കടന്നു പോകുന്ന യേശു. അതെ, യേശു ചരിത്രത്തിലൂടെ കടന്നുപോയി. അതാണ് സുവിശേഷം. ജനിപ്പിക്കപ്പെട്ടവനല്ല, ജനിച്ചവനാണ്. മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി വന്നവൻ. ഇല്ലായ്മയിൽ നിന്നും ഉണ്ടായി വന്നവനല്ല, നേരത്തെ ഉണ്ടായിരുന്നവൻ. മറ്റൊരു അഭൗമ മേഖലയിലായിരുന്നവൻ ചരിത്രത്തിന്, മനുഷ്യവർഗത്തിന് കാണാൻ കഴിയത്തക്ക വിധത്തിൽ വന്നു. അർത്ഥാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ക്രിസ്തു കടന്നു പോകുന്നു. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ മുൻപിലൂടെയാണ് യേശു കടന്നു പോകുന്നത്. സ്നാപക യോഹന്നാൻ ന്യായപ്രമാണത്തിന്റെ അവസാനം കുറിച്ച ആളാണ്. ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിക്ക് മുൻപിലൂടെയാണ് യേശു കടന്നു പോകുന്നത്. ന്യായപ്രമാണത്തിന്റെ ഏടുകളുടെ ആകത്തുകയായ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരുന്നവൻ കടന്നു പോകുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ സാക്ഷിക്കുകയാണ്. തന്റെ കൂടെയുണ്ടായിരുന്ന തന്റെ ശിഷ്യന്മാർ ആ കുഞ്ഞാടിനെ അനുഗമിച്ചു. അവർ അവിടുത്തെ കണ്ടെത്തി. കാതങ്ങൾ താണ്ടി കാലം തിരഞ്ഞ ആ പുണ്യപുരുഷനെ, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞ ക്രിസ്തുവിനെ, വേദങ്ങളിൽ ഉദ്ഘോഷിക്കപ്പെട്ട യജ്ഞ പുരുഷനെ, ഉപനിഷത്ത് വ്യവഹരിച്ച സത്യമാർഗ ജീവനെ ചരിത്രം കൺകുളിർക്കെ കാണുകയാണിവിടെ കടന്നുപോകുന്ന യേശുവിലൂടെ. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന അന്വേഷണത്തിന്റെ അന്ത്യം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. 2, ഈ മണ്ണിലൂടെ കടന്നു പോകുകയാണ് യേശു. ക്രിസ്തു യെരിഹോവിൽ എത്തി. കടന്നു പോകുമ്പോൾ ലൂക്കോസ് 19:1 അത് വായിക്കുന്നു. യെരിഹോ ശപിക്കപ്പെട്ട മണ്ണാണ്. മനുഷ്യൻ നിമിത്തം ശപിക്കപ്പെട്ട ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ശാപലേശമില്ലാതെ ദൈവപുത്രൻ കടന്നുപോകുന്നു. ഈ ശപിക്കപ്പെട്ട തെരുവിൽ കാട്ടത്തിയിൽ കയറിയിരിക്കുന്ന സക്കായിയെ കണ്ടെത്താൻ കടന്നുവരുവിനെന്ന് വിളിക്കുന്ന മതത്തിന് ഒരു അപവാദം. ക്രിസ്തു കടന്നു ചെല്ലുകയാണ് സക്കായി ഇരിക്കുന്ന കാട്ടത്തിയുടെ ചുവട്ടിലേക്ക്, അവന്റെ വീട്ടിലേക്ക്. അതെ, സക്കായിയിലേക്ക് കടന്നു ചെല്ലുന്ന യേശു. ന്യായപ്രമാണത്തിന്റെ ശക്തകവചങ്ങൾ ഭേദിച്ച് ശപിക്കപ്പെട്ട മണ്ണിലൂടെ കടന്നുപോകുന്ന യേശു ക്രിസ്തു. ചരിത്രത്തിലൂടെയുള്ള ആ ജൈത്രയാത്ര ഇന്നും അവിരാമം തുടരുകയാണ്. ആ യാത്രയിൽ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന സാക്ഷാൽ ദൈവമായ ആ ഗുരു അല്പനേരം നിന്നു. ചരിത്രത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ച ക്രൂശുമരണം തന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയോ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരികയോ ചെയ്യാമായിരുന്നു. എന്നാൽ ആ ക്രൂശിൽ അവിടുന്ന് നിന്നു. മരണം എല്ലാ അർത്ഥത്തിലും ആസ്വദിച്ച് മരിച്ചു. ഹൃദയമുള്ള മനുഷ്യന് ഇന്നും ആ കാഴ്ച കാണാം. ക്രൂശിൽ ആപാത ചൂടം രക്തമണിഞ്ഞു നിൽക്കുന്ന യേശു. അപ്പോഴും ക്രൂശിന് മുൻപിലൂടെ കടന്നു പോകുന്ന പുരുഷാരം. അവരോട് പ്രവാചകൻ വിളിച്ചു ചോദിക്കുന്നു, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾക്ക് ഇത് ഏതുമില്ലയോ? പാപത്തിനു നേരെയുള്ള ഉഗ്രകോപത്തിൽ ശിക്ഷിക്കപ്പെടേണ്ട പാപിക്കു പകരം തന്റെ പുത്രനെ ദുഃഖിപ്പിച്ച വസനം കടന്നുപോകുന്നവരെല്ലാം കണ്ടു. മേലെഴുത്തും വായിച്ചു. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ പരിഹസിച്ചു. എന്നാൽ അവരിൽ ഒരുത്തൻ ഉടൻ കരുണയ്ക്കു വേണ്ടി കേണു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയെ ഒന്ന് ഓർത്തുകൊള്ളണമേ. അന്ന് തന്നെ അവൻ ക്രിസ്തുവിനോടുകൂടെ പർദീസയിൽ ഇരുന്നു. നാമും ആ ക്രൂശിന് മുൻപിലൂടെ കടന്നു പോകുന്നവരാണ്. അവസരം നമ്മെ കാത്തു നിൽക്കുകയില്ല. കുഞ്ഞെ, ഒന്ന് നോക്കൂ. കടന്നു പോകും മുൻപ് അവിടുത്തെ കാണാൻ കിട്ടിയ ധന്യ നിമിഷമാണ്. ആ നിമിഷം തന്നെ സ്വീകരിക്കുന്നതാണ് ബുദ്ധി. 3, ആകാശത്തിലൂടെ കടന്നുപോയ യേശു. എബ്രായ ലേഖനം 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. അഹരോന്യക്രമപ്രകാരമുള്ള മഹാപുരോഹിതന്മാർ മരണം വഴി കടന്നു പോകുന്നവരാണ്. ക്രിസ്തുവിന്റെ ചരിത്രം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അവിടുന്ന് ഉയർത്തു തീർന്നില്ല. അവിടുന്ന് ആകാശത്തിൽ കൂടി കടന്നുപോയി സ്വർഗത്തിൽ കൃപാസനത്തിലേക്ക്. ചില ദിവസങ്ങൾക്ക് മുൻപ് യെരുശലേമിലെ മഹാപുരോഹിതന്മാർ അവിടുത്തെ ക്രൂശിന്റെ മുൻപിലൂടെ തലകുലുക്കി പരിഹസിച്ചുകൊണ്ട് കടന്നുപോയി. എന്നാൽ അവരുടെ തലയ്ക്കുമീതെ ആകാശത്തിൽ കൂടി ക്രിസ്തു എന്ന മഹാപുരോഹിതൻ കടന്നുപോയി. ന്യായപ്രമാണത്തിന്റെ മുൻപിലൂടെ യെരിഹോവെത്തി. ആകാശത്തിൽ കൂടി കടന്നുപോയ യേശു ക്രിസ്തു നിനക്ക് ആരാണ്? ഈ ആണ്ടിന്റെ ആരംഭത്തിൽ യേശുവുമായുള്ള കൂടിക്കാഴ്ച ജീവിതത്തിന്റെ ഇടനാഴികളിൽ സംഭവിക്കട്ടെ. പല വഴി തേടി പരാജയപ്പെട്ടു. പലതും നഷ്ടത്തിലും കഷ്ടത്തിലുമാണ്. പലരെ ആശ്രയിച്ചു. പ്രതീക്ഷകളെല്ലാം കൈവിട്ടു. തളരണ്ട, യേശു കടന്നു പോകുകയാണ്.
കുരുടനായ മനുഷ്യന്റെ നിലവിളി കേട്ട് യേശു നിന്നു. അതെ, നിന്റെ നിലവിളിക്ക് മുൻപിൽ മറികടന്നു പോകാതെ പ്രവർത്തിക്കുന്ന കർത്താവ്. ആ കർത്താവുമായി ഒരു കൂടിക്കാഴ്ച ജീവിതത്തിൽ സംഭവിക്കട്ടെ. അത് ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിക്കപ്പെടും. വഴിത്തിരിവായി അത് മാറും. ആകയാൽ പ്രാർത്ഥനയിൽ തുടരുക. യേശു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രാർത്ഥനയിൽ നീ തുടരുക. കർത്താവ് നിന്നെ കൈവിടില്ല, അനുഗ്രഹിക്കും, നടത്തും, മാനിക്കും. ഗാഡ് ബ്ലസ് യു. ആമേൻ.